ഹായ് ഓൾ, വെൽക്കം ടു വൺസ് S3 EC LCD സബ്ജക്റ്റിൻ്റെ മൊഡ്യൂൾ 1 കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി നമ്മൾ കുറച്ച് സെക്ഷൻസ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട് മൊഡ്യൂൾ 1. ഇനി ചെയ്യാൻ പോകുന്നത് ബൂളിയൻ ഓൾജിബ്ര സെക്ഷനിലുള്ള SOP എന്ന് പറയുന്ന ദാറ്റ് ഇസ് സം ഓഫ് പ്രോഡക്റ്റ് സെക്ഷൻസിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. സോ ലെറ്റ് സ്റ്റാർട്ട്. Question number 1. Determine the minimal SOP expression for the given function f of a, b, c, d equal to summation m of 0, 2, 4, 6, 7, 8, 10, 11, 12 plus d of 3, 14 using Karnaugh maps. So, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുള്ളതുമാണ്. മിനിമൽ SOP എക്സ്പ്രഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. തന്നിരിക്കുന്നത് f of a, b, c, d ഒരു 4 വേരിയബിൾ ഉള്ള ഫംഗ്ഷൻ ആണ്. ABCD ആണ് 4 വേരിയബിൾസ്. തന്നിരിക്കുന്നത് മിൻ ടേംസ് ആണ്. സമ്മേഷൻ എം ഓഫ് എന്ന് പറയുന്നത് മിൻ ടേംസിന്റെ റെപ്രസെന്റേഷൻ ആണ്. നമ്പേഴ്സ് ഏതൊക്കെയാണ്? 0, 2, 4, 6, 7, 8, 10, 11, 12 പ്ലസ് ഡി ഓഫ് എന്ന് പറഞ്ഞാൽ ഡോൺ കെയർ ആണ്. ഡോൺ കെയർ നമ്പേഴ്സ് 3ഉം 14ഉം ആണ്. യൂസിങ് കാർനോഫ് മാപ്പ് അല്ലെങ്കിൽ കെ മാപ്പ്. സോ കെ മാപ്പ് വച്ചിട്ട് ഈ തന്നിരിക്കുന്ന SOP എക്സ്പ്രഷനെ റെഡ്യൂസ് ചെയ്തിട്ട് അതിനെ ഫൈനലി എക്സ്പ്രഷനായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് ഫസ്റ്റ് മിനിമം SOP എക്സ്പ്രഷൻ യൂസിങ് കെ മാപ്പ് നോക്കാം. f of ABCD ഈക്വൽ ടു തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ നമ്മൾ എഴുതുകയാണ്. സോ ഇവിടെ തന്നിരിക്കുന്ന 4 വേരിയബിൾ ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം 16 സെൽസ് ഉള്ള ഒരു 4 വേരിയബിൾ കെ മാപ്പ് ആണ് നമുക്കിവിടെ കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. സോ 4 റോസും 4 കോളംസും ഉള്ള കെ മാപ്പ് ആണ് വേണ്ടത്. സോ അതിൻ്റെ ഒരു ജനറൽ സ്ട്രക്ചർ എങ്ങനെയാണ്? 4 കോളംസും 4 റോസും ആണ് നമുക്ക് വേണ്ടത്. ഇനി അതിൽ ABCD എന്ന് പറയുന്നത് AB നമ്മൾ ഇവിടെ എഴുതുന്നു, CD ഇവിടെ എഴുതുന്നു. ദെൻ നമ്പേഴ്സ് എങ്ങനെ എഴുതുക? 0, 0, 0, 1, 1, 0, 1, 1 എഴുതുന്നു. 0, 0, 0, 1 താഴെ 1, 0 നെക്സ്റ്റ് 1, 1. ഇനി ഈ നമ്പേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എളുപ്പത്തിൽ എഴുതാൻ വേണ്ടിയിട്ട് AB എന്ന് പറയുന്ന എക്സ്പ്രഷൻ എളുപ്പത്തിൽ എഴുതാൻ ഇതിൻ്റെ നൊട്ടേഷൻസ് ഒന്ന് എഴുതാം. സോ ഹിയർ A ബാർ B ബാർ വരും. ഇവിടെ A ബാർ B, ഇവിടെ AB, ഇവിടെ A B ബാർ വരും. ഇവിടെ അതുപോലെ തന്നെ C ബാർ D ബാർ, C ബാർ D, CD, CD ബാർ വരും. ഇനി ഇതിനെ നമുക്ക് ഗ്രൂപ്പ് ചെയ്യണം. അപ്പം അതിനു മുമ്പ് നമ്പേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് കെ മാപ്പിലേക്ക് എടുത്തെഴുതാം. 0, 2, 4, 6. അപ്പോൾ എളുപ്പത്തിന് മനസ്സിലാവാൻ ഇവിടെ നമുക്ക് നമ്പേഴ്സ് വേണമെങ്കിൽ ഒന്ന് എഴുതാം. 0, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14 and 15. ഈ നമ്പേഴ്സ് ഉള്ള സെല്ലിൽ മാത്രം നമ്മൾ മിൻ ടേം ആയതുകൊണ്ട് 1 ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ആ ഫംഗ്ഷന്റെ വാല്യൂ മാക്സിമം ആവുന്നത് എവിടെയാണോ അവിടെ ആണ് നമ്മൾ 1 എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ 0, 2, 0 ഉണ്ട്, ദെൻ 2 ഉണ്ട്, 4, 6, 7, 8, 4, 6, then 7, then 8, 10, 11, 12, 10, 11 and 12. സോ ഇത്രയും സെൽസ് ആണ് നമുക്കുള്ളത്. നെക്സ്റ്റ് ഡോൺ കെയർ 3ഉം 14ഉം ആണ്. സോ ഡോൺ കെയർ നമുക്കിവിടെ എഴുതാം. ഡോൺ കെയർ 3 ആൻഡ് ഡോൺ കെയർ 14. ഓക്കെ, ഇനി ഡോൺ കെയർ കൂടെ ചേർത്താണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നത്. സോ ഇവിടെ നമുക്ക് എങ്ങനെയാണ് കോമ്പിനേഷൻ പറ്റുക? 16 സെൽസ് ഉണ്ടോ? ഇല്ല. 16 സെൽസ് കോമ്പിനേഷൻ കംപ്ലീറ്റ്ലി പറ്റില്ല. പിന്നെ നെക്സ്റ്റ് ലോവർ ആയിട്ടുള്ള കോമ്പിനേഷൻ 8 സെൽസിന്റെ കോമ്പിനേഷൻ ആണ്. ഇവിടെ 4 വൺസ് ഉണ്ട്, ഇവിടെയും 1, 1, ദെൻ ഡോൺ കെയർ 1 ഉണ്ട്. സോ ഈ 4 സെൽസ് നമുക്ക് ഗ്രൂപ്പ് ചെയ്ത ടോട്ടൽ 8 സെൽസിന്റെ കോമ്പിനേഷൻ ഇവിടെ എടുക്കാം. സോ നമുക്കിപ്പോൾ എടുക്കാൻ പറ്റുന്നത് ഇവിടെയുള്ള 4 സെൽസും ഇവിടെയുള്ള 4 സെൽസുമാണ്. അങ്ങനെ 8 സെൽസിന്റെ കോമ്പിനേഷൻ നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, സോ ഈ 4 കോമ്പിനേഷന്റെ POS ആണ് നമുക്ക് എഴുതേണ്ടത്. തന്നിരിക്കുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് SOP ആണ്. സോ SOP ആണ് നമുക്ക് ഇവിടെ എഴുതേണ്ടത്. സോ SOP എഴുതാൻ നേരം ഈ 4 സെൽസിനെ കമ്പൈൻ ചെയ്യാം നമുക്ക്. ഇപ്പൊ ഇവിടെ C ബാർ D ബാർ, ഇവിടെ CD ബാർ. നീ ഇത് ഫുൾ എടുത്തിരിക്കുന്നതുകൊണ്ട് ഈ വേരിയബിൾസ് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇവിടെ C ബാർ D ബാറിലും CD ബാറിലും നമുക്ക് കോമൺ ആയിട്ടുള്ള എന്താണ്? D ബാർ ആണ്. സോ ഇവിടെ നമുക്ക് D ബാർ. ഓക്കെ, ഇനി ഏതൊക്കെ കോമ്പിനേഷൻ നോക്കുക. ഇപ്പൊ ഇവിടെ നമുക്ക് 1 ലെഫ്റ്റ് ഔട്ട് ഉണ്ട്. സോ ഈ 1 കൂടി നമുക്ക് കിട്ടാനായിട്ട് ഇവിടെ ഒരു 1 ലെഫ്റ്റ് ഔട്ട് ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. ഇതിനെ രണ്ടിനെ ഒരുമിച്ച് കമ്പൈൻ ചെയ്യാൻ പറ്റില്ല. സോ നമുക്കിനി എടുക്കാവുന്ന ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഈ
4 സെൽസിനെ നമുക്ക് കമ്പൈൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ 1 കൂടി ഇൻക്ലൂഡ് ആകും. ഈ 4 സെൽസ് എന്ന് പറയുമ്പോൾ CD ആൻഡ് ZD ബാർ. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് നമുക്ക് കോമൺ ആയിട്ട് വരുന്നത് എന്താണ്? ഇവിടെ 2 എണ്ണത്തിൽ നോക്കുമ്പോൾ C വരുന്നു, ഇവിടെ 2 എണ്ണത്തിൽ നമുക്ക് കോമൺ വരുന്നത് A ബാർ ആണ്. സോ A ബാർ C. ഓക്കെ, A ബാർ C ആണ് നമുക്ക് ഇവിടെ വരുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്കിവിടെ ഒരു 1 ലെഫ്റ്റ് ഔട്ട് ഉണ്ട്. അപ്പോൾ ഈ 1 കിട്ടാനായിട്ട് മാക്സിമം കോമ്പിനേഷൻസ് നമുക്ക് വേണം. ഓക്കെ, മാക്സിമം നമ്പേഴ്സിന്റെ കോമ്പിനേഷൻ വേണം. സോ ഇവിടെ ഒരു 1 മാത്രം എടുക്കുന്നതിനേക്കാൾ നമുക്ക് എളുപ്പം ഇവിടെയുള്ള 1ഉം ഓൾറെഡി എടുത്ത ഈ ഡോണ്ട് കെയർ ആൻഡ് 1ഉം കൂടി കമ്പൈൻ ചെയ്യുന്നതാണ്. സോ നമുക്കവിടെ ഇത് രണ്ടും എടുക്കാം. ഓക്കെ, സോ ഇത് രണ്ടും എന്ന് പറയുമ്പോൾ ഇതിൽ വേരിയബിൾസ് വീണ്ടും വരുന്നത് ഇത് രണ്ടുമാണ്, സിയും ഡിയും വരുന്നുണ്ട്. സോ അവിടെ C കോമൺ ആണ്. പിന്നെ ഇവിടെ 2ഉം കോമൺ ആയിട്ട് നമുക്ക് വരുന്നത് B ബാർ ആണ്. ഓക്കെ, സോ B ബാർ C ആണ് നമുക്ക് ഇവിടെ വരുന്നത്, B ബാർ C. സോ ഫൈനലി എല്ലാം കൂടി SOP ആയിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? D ബാർ പ്ലസ് A ബാർ C പ്ലസ് B ബാർ C. D ബാർ പ്ലസ് A ബാർ C പ്ലസ് B ബാർ C ആണ് നമുക്ക് കിട്ടുന്ന റെഡ്യൂസ്ഡ് SOP എക്സ്പ്രഷൻ. ഇനി നമുക്ക് ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ പാർട്ട് നോക്കാം. സോ കൂടുതൽ മാർക്സിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇംപ്ലിമെന്റേഷൻ അവർ സെപ്പറേറ്റ് പറഞ്ഞില്ലെങ്കിലും ഗേറ്റ്സ് വെച്ച് ഇംപ്ലിമെന്റ് ചെയ്യുന്നതാണ് ബെറ്റർ. ചെറിയ മാർക്ക് ക്വസ്റ്റ്യൻസ് ഇപ്പം നമുക്കൊരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് ചോദിക്കുകയാണ്, 4 മാർക്ക് ഒക്കെ ആയിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് K-മാപ്പ് സിംപ്ലിഫിക്കേഷൻ മാത്രം ചെയ്താലും മതിയാവും. അപ്പോൾ ഇവിടെ ഇംപ്ലിമെന്റേഷൻ യൂസിങ് ഗേറ്റ്സ് ആണ്. ഫസ്റ്റ് ബേസിക് ഗേറ്റ്സ് അഥവാ AOI ലോജിക് വെച്ചിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ആൻഡ് ഓർ ഇൻവെർട്ടർ ലോജിക് വെച്ചിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. സോ ബേസിക് ഗേറ്റ്സിന് വേണ്ടിയിട്ട് നമുക്ക് ആ എക്സ്പ്രഷൻ ഒന്നുകൂടെ എഴുതാം. F of ABCD ഈക്വൽ ടു D ബാർ പ്ലസ് A ബാർ C പ്ലസ് B ബാർ C. സോ D ബാർ എന്ന് പറയുമ്പോൾ D യെ നമ്മൾ ഡോട്ട് ഗേറ്റിലേക്ക് കൊടുക്കുകയാണ്. D ബാർ കിട്ടി. നെക്സ്റ്റ് A ബാർ C ആണ്. സോ A ബാർ C A ബാർ ആണ് ഇവിടെ. A നോട്ട് ചെയ്തു, ദെൻ C അങ്ങനെ തന്നെ കോമൺ ആയിട്ട് നമ്മൾ കണക്ഷൻ കൊടുത്തു. സോ ദിസ് ഇസ് A ബാർ C. നെക്സ്റ്റ് B ബാർ C ആണ്. B നോട്ട് ചെയ്തപ്പോൾ B ബാർ, ദെൻ അത് വീണ്ടും C ആയിട്ട് കമ്പൈൻ ചെയ്തപ്പോൾ B ബാർ C. ഇതിനെല്ലാം കൂടി നമ്മൾ എന്താ ചെയ്യുന്നത്? OR ഗേറ്റിലേക്ക് കൊടുത്തു. സോ ഒരു 3 ഇൻപുട്ട് OR ഗേറ്റിലേക്കാണ് കമ്പൈൻ ചെയ്തിരിക്കുന്നത്. സോ ഫൈനലി യു വിൽ ഗെറ്റ് F ഈക്വൽ ടു D ബാർ പ്ലസ് A ബാർ C പ്ലസ് B ബാർ C. ഫൈനലി നമുക്ക് ഇംപ്ലിമെന്റേഷൻ കഴിഞ്ഞു. ഇനി ഇതേപോലെ തന്നെ നമുക്ക് നാൻഡ് ഓൺലി ഗേറ്റ്സ് വെച്ചിട്ട് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ ഡിമോർഗൻസ് ലോ അവിടെ അപ്ലൈ ചെയ്യണം. സോ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷനിൽ നമ്മൾ ഡിമോർഗൻസ് അപ്ലൈ ചെയ്യാണ്. സോ നെക്സ്റ്റ് എന്ത് വരും? ഫസ്റ്റ് മുകളിലത്തെ കോംപ്ലിമെന്റ് അങ്ങനെ തന്നെ വെച്ചു. ഇന്നർ ആയിട്ടുള്ള കോംപ്ലിമെന്റ് ഡിമോർഗൻ അപ്ലൈ ചെയ്തപ്പോൾ ഈ ഫസ്റ്റ് പോർഷന് നമുക്ക് ആദ്യം എടുക്കാം. D ബാർ പ്ലസ് A ബാർ C ബാർ, ഇനി പ്ലസ് എന്നുള്ളിടത്ത് ഇൻറ്റു B ബാർ C ബാർ. ഓക്കെ, ഇനി ഈ പോർഷന് വേണ്ടി നമുക്ക് ഡിമോർഗൻ അപ്ലൈ ചെയ്യാം. അപ്പം എന്ത് വരും? D ബാർ പ്ലസ് A ബാർ C എന്നുള്ളത് അവിടെ നമുക്ക് ഡിമോർഗൻസ് അപ്ലൈ ചെയ്ത് നോക്കാം. So it will become D bar, വീണ്ടും ഒരു ബാർ, ഡബിൾ ബാർ ഡോട്ട് A ബാർ C ബാർ ഡോട്ട് B ബാർ C ബാർ. ഇനി മേലെയുള്ള കോംപ്ലിമെന്റ് ഫംഗ്ഷൻ അങ്ങനെ തന്നെ എഴുതി. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നാൻഡ് വെച്ചിട്ട് ഇപ്പം നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. സോ D ഡബിൾ ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈക്വലന്റ് ടു D. അപ്പോൾ ഇതിനെ നമുക്ക് D ഡോട്ട് A ബാർ C ബാർ ഡോട്ട് B ബാർ C ബാർ ദ ഹോൾ ബാർ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഫൈനലി നമ്മളിപ്പോൾ എഴുതാൻ പോകുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് D എന്ന് പറയുമ്പോൾ D അങ്ങനെ തന്നെ ഇൻപുട്ടായിട്ട് കൊടുക്കുക. A ബാർ C ദ ഹോൾ ബാർ എന്ന് പറയുമ്പോൾ A ബാർ ദാറ്റ് ഈസ് A നാൻഡ് ചെയ്തു, ദാറ്റ് ഈസ് A ബാർ ഇൻറ്റു C ചെയ്യാനായിട്ട് C അവിടെ ഇൻപുട്ട് കൊടുത്തു. ദ ഹോൾ ബാർ വീണ്ടും നാൻഡ് ആണ്. അപ്പോൾ C A ബാർ കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ A ബാർ C ബാർ എന്ന് കിട്ടും നമുക്ക്. അതുപോലെ B ബാർ ചെയ്യുക, B നാൻഡ് ചെയ്തു, സോ B ബാർ വന്നു. ദെൻ C ഉണ്ട് ഇവിടെ, C വീണ്ടും ഇൻപുട്ട് കോമൺ കൊടുത്തു. B ബാർ C ബാർ എന്ന് പറയുമ്പോൾ B ബാറും Cയും കൂടി നാൻഡ് ചെയ്തു, സോ B ബാർ C ബാർ ആണ് നമുക്ക് ഇവിടെ വരുന്നത്, B ബാർ C ബാർ. ഇനി അതിനെ രണ്ടിനെയും കൂടി വീണ്ടും ഡിയും A ബാർ C ബാറും B ബാർ C ബാറിനെയും കൂടി എല്ലാം കൂടി നാൻഡ് ചെയ്യാണ് ഏറ്റവും മേലെയുള്ള നാൻഡ് വഴി. അപ്പൊ ഇതിനെ എല്ലാത്തിനെയും കൂടി നമ്മളൊരു നാൻഡിലേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ഫൈനലി കിട്ടുന്നത് എന്താണ്? D ബാർ ഡോട്ട് A ബാർ C ബാർ ഡോട്ട് B ബാർ C ബാർ ദ ഹോൾ ബാർ. സോ ദിസ് ഇസ് ദി ഇംപ്ലിമെന്റേഷൻ യൂസിങ് നാൻഡ് ഓൺലി ഗേറ്റ്സ്. ഇത് വളരെ കോമൺ ആയിട്ട് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്.
നല്ലോണം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനുമാണ്. സോ പ്രാക്ടീസ് ചെയ്യുക ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ. വീണ്ടും ഇമ്പോർട്ടൻറ്റ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആയി അടുത്തൊരു സെഷനിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈൻസ്.